ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അബി എന്ന 25 വയസ്സുള്ള ഒരു യുവാവിൻ്റെയും പിന്നെ ഷൈനി എന്ന ഏകദേശം 32 വയസ്സുള്ള ഒരു സ്ത്രീയുടെയും കഥയാണ് കേട്ടോ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. അപ്പോൾ നമ്മൾ മുഷിപ്പിക്കാതെ കഥയിലേക്ക് പോകാൻ കേട്ടോ. ഞാനിവിടെ പറയുന്നത് അബിയുടെ ശബ്ദത്തിലാണ്. അപ്പം അബിയുടെ ശബ്ദത്തിനെ കേൾക്കുക. ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളും പിന്നെ അവിടുത്തെ റൂൾസ് ഒന്നും പിടിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ 2 കൂട്ടുകാരും ചേർന്നിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഭാഗം തന്നെ റെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു 2 കൂട്ടുകാരുടെയും വിസ തീർന്നത്. അവരാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ആകെ ആ ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലാണ് എടുത്തേക്കുന്നത്. അപ്പം എനിക്കുടനെ മാറാനും പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് 2 പേരുടെ വിളിച്ചു ചോദിച്ചിട്ട് 2 പേർക്കും വേറെ വഴിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്ക്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ താമസിക്കുമല്ലോ, എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റാൻ നോക്ക്. ഇപ്പം റെന്റ് കൊടുക്കാൻ ഇത്രയും നല്ല എമൗണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് തന്നെ അവന്മാർ 2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കാകെ ദേഷ്യം തോന്നി. കാരണം ഞാനിപ്പോൾ കുടുങ്ങിയല്ലോ എന്നൊരവസ്ഥയിൽ. അങ്ങനെയായിരുന്നു ഞാനൊരു സൈറ്റിൽ റൂം വേക്കൻസി അവൈലബിൾ എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അത് ചില വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യപ്പെട്ടു. അങ്ങനെ കുറേയേറെ വിളികളും കാര്യങ്ങളൊക്കെ വന്നു. ആ ഒരു സമയത്തായിരുന്നു ഒരു സ്ത്രീ വിളിക്കുന്നത്. ഹലോ, എൻ്റെ പേര് ഷൈനി എന്നാണ് കേട്ടോ. ഞാനിവിടെ അടുത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പം ഒരു റൂമിൻ്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും കൊടുക്കുന്നതാണോ എന്ന് മാത്രം അവരെന്നോട് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അയ്യോ ലേഡീസിനാണെന്നുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അതെ, ഞങ്ങളിപ്പം ഫാമിലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും താമസിക്കാനായിട്ട് റൂം വേണം. അതാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഇതിപ്പം ഞങ്ങൾക്ക് ഓക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഫാമിലി ആണെങ്കിൽ പിന്നെ വന്നോളൂ, നോക്കിക്കോളൂ. കാരണം വേറെ എൻ്റെ കയ്യിൽ പൈസയോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും റെന്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പം തന്നെ അവർ വന്ന സമയത്ത് ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഏകദേശം വലിയൊരു നീളമുള്ളൊരു മനുഷ്യനും പിന്നെ ഒരു സ്ത്രീയുമായിരുന്നു. ആ സ്ത്രീയായിരുന്നു ഷൈനി. അവരുടെ ഭർത്താവിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെയും നോക്കി അയാളെ നോക്കി. അയാളാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ നീളമുള്ള മനുഷ്യൻ. എന്നേക്കാളും ഒരടി പൊക്കം കൊണ്ടുണ്ട്. ഞാനും ഷൈനിയും ഏകദേശം ഒരേ ഉയരം തന്നെയാണ്, ഏകദേശം ഒരേ ശരീരപ്രകൃതം. ഞാൻ ഷൈനിയെ തന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഗൗരവമേറിയ ആ നീളക്കൂടിയ ഭർത്താവ് അവിടെ എല്ലാം കറങ്ങി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഷൈനി എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, നിങ്ങളതിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന റെന്റ് തന്നെയല്ലേ വാങ്ങിക്കുന്നത്? അതായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ഷൈനി ഒരു ചമ്മനോട് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങളെല്ലാം റൂം കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കയറിക്കോളൂ, ഇന്ന് തന്നെ വരുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, അതെ ഇന്ന് തന്നെ ഞങ്ങൾ പാക്ക് ചെയ്യാനാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുകയാണ് എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയായപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ടാക്സിയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ റൂം തുറന്നു കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് ഞാൻ അവരെ കണ്ട സമയത്ത് തന്നെ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഈ സമയത്ത് വന്നത് നന്നായി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തു പോകേണ്ടി വന്നേനെ. അങ്ങനെ പറയുന്ന സമയത്ത് ഷൈനിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലേ ആരും? അങ്ങനെ ചോദിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാനങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, എപ്പോഴും ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കഴിക്കാറ്. ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഷൈനി അങ്ങ് കയറിപ്പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഗൗരവം ഉള്ള ഭർത്താവ് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ താഴേൽ എന്നൊക്കെ ഒരു ഗൗരവത്തോടെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആ ചേട്ടാ ഇവിടെ അതാ അടുത്ത് കടയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് കയറിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകളും ഒരു മാസവും കഴിഞ്ഞു. അവർ റെന്റ് കറക്റ്റായിട്ട് തന്നെ തന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എൻ്റെ അടുത്തായിട്ട് വന്ന് പറഞ്ഞു, അതെ ഫുഡും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അതിനൊന്നും മടി കാണിക്കണ്ട. ഇങ്ങനെ പുറത്തു പോയി കഴിഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കേടും കാര്യങ്ങളൊക്കെ അല്ലേ. ഷൈനി അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് തന്നെ പറഞ്ഞു. ആ ഒരു സമയം തൊട്ട് ഞാനും ഷൈനിയും കൂടെ കൂടുതൽ കമ്പനിയാവാൻ തുടങ്ങി. മറ്റൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ജോലിയുടെ കാര്യങ്ങളും പിന്നെ നാട്ടിലെ വിശേഷങ്ങളും. ആ സമയത്തായിരുന്നു ആ ഷൈനി പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നാളെ നാട്ടിലേക്കൊന്ന് പോവുക. ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ ഇനി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, താൻ പോകുന്നില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആൾ തന്നെ പറഞ്ഞു, ഞാനിപ്പം പോയിട്ടൊരു കാര്യമില്ല, ആളെന്തെങ്കിലും പോയിട്ട് വരട്ടെ എന്ന് തന്നെ പറഞ്ഞു. ഇപ്പം ചിലവും കാര്യങ്ങളും ചില്ലറയല്ലല്ലോ, ക്യാഷ് ആണെങ്കിൽ ഒട്ടുമില്ല 2 പേരുടെയും കയ്യിൽ.
എന്ന് തന്നെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഏതായാലും നോക്ക്, രണ്ടുപേരുടെയും ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പിറ്റേ ദിവസമായ സമയത്ത് ഗൗരവമേറിയ ഷൈനിയുടെ ഭർത്താവ് ആ ദിവസം പാക്ക് ചെയ്ത് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ പിന്നാലെ ചെന്നതിന് ശേഷം ഞാൻ ആ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു. അപ്പം തന്നെ അയാൾ പറഞ്ഞു, വേണ്ട, നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഗൗരവത്തോടെ തന്നെ അതെടുത്തോണ്ട് പോവുകയും ചെയ്തു. ആ ടൈമിൽ ഞാൻ തന്നെ പറഞ്ഞു, ഇയാൾ എന്തൊരു ഗൗരവക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. പെട്ടെന്ന് ഷൈനി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനൊരു പുഞ്ചിരി പാസ്സാക്കിയിട്ട് റൂമിലേക്ക് കയറിപ്പോയി. കുറേ സമയം ഞാൻ റൂമിൽ തന്നെ ഇരുന്നു. ഇന്നത്തെ ദിവസം ലീവായിരുന്നു. അപ്പോൾ തന്നെ ഷൈനി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷൈനി പെട്ടെന്ന് വന്ന് എൻ്റെ ഡോറിലൊന്ന് തട്ടി. എന്താണെന്ന് ചോദിച്ച സമയത്ത് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, വന്ന് കഴിക്കട്ടോ എന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, വേണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചതാ, ഇനി അത് വേസ്റ്റ് ആക്കണ്ടല്ലോ, രണ്ടുപേരും കൂടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഷൈനി എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഷൈനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളും ഞാനും തമ്മിൽ കൂടുതൽ കമ്പനിയാകുമായിരുന്നു. അപ്പോൾ തന്നെ ഷൈനി എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്താ കല്യാണമൊന്നും കഴിക്കാത്തെ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല, അത്രേ ആവുന്നേ ഉള്ളൂ എന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൾ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ പ്രായത്തിലൊക്കെ കല്യാണം കഴിച്ചായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ആമ്പിള്ളേർക്ക് ഒരു പ്രായമൊക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ കല്യാണം കഴിക്കാം. അത് ശരിയാ, ആ ഒരു ടൈമിൽ തന്നെ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ പക്വത കാണത്തില്ല എന്നവൾ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പക്വതയൊക്കെ ആയിട്ടാണല്ലോ ഇങ്ങോട്ട് കയറി പോരുന്നത് എന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ചെറിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, പിന്നെ ചെറിയ പക്വതയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വേണം. ആ ഒരു കാര്യത്തിൽ എല്ലാം നടത്തിക്കൊണ്ട് പോകണ്ടേ എന്ന് ചിരിച്ചോട്ട് പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതിൻ്റെയൊക്കെ സമയത്ത് നോക്കാം. പെട്ടെന്ന് ഷൈനിയുടെ ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി, അവൾ വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, പിന്നെ സമയമാകുമ്പം കിടന്ന് ഓടേണ്ടി വരത്തില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു കാലത്താണെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ എല്ലാവരും അങ്ങനെ കല്യാണം കഴിക്കുകയൊന്നും ചെയ്യില്ല, പിന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കരുത് എന്ന് ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ സമയത്തായിരുന്നു ആ ഒരു കാര്യം ചിന്തിച്ചത്. ഞാൻ ഷൈനിയോട് ചോദിച്ചു, നിങ്ങളുടെ ലവ് മാരേജ് വല്ലതായിരുന്നോ? പെട്ടെന്ന് ഷൈനി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെയോ? എൻ്റെ എങ്ങനെ ലവ് മാരേജ് ആവനാ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലവ് മാരേജ് ആവുമെന്ന്? അങ്ങനെ ഒരാളെയൊന്നുമല്ല ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതൊക്കെ. പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു, ആൾക്കെപ്പോഴും ഒരു മൂശാട്ട ലുക്കാണ്, ഒന്നും സംസാരിക്കില്ല, എന്താ അങ്ങനെ എന്ന് ചോദിച്ച സമയത്ത് ഷൈനി തന്നെ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, ആളെപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് ആ സമയത്തും എല്ലാ ടൈമിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആൾക്ക് മാറ്റാനൊക്കെ ഞാൻ കുറേ നോക്കിയതാണ്, പക്ഷെ നടപ്പില്ല കേട്ടോ, ഇങ്ങനെ പോകുന്നുണ്ട്, അത് മാത്രമേ ലൈഫ് ഇങ്ങനെ പോകുന്നുള്ളൂ എന്ന് ഷൈനി എൻ്റെ അടുത്ത് മറുപടി പറയുമ്പോൾ ഞാൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാറുമായിരിക്കും, ഉവ്വ മാറും എന്ന് ഷൈനി വീണ്ടും തിരിച്ചു പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഷൈനിയായിരുന്നു എൻ്റെ പ്ലേറ്റ് എടുത്തത്. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ എടുത്തോളാം, അത് കുഴപ്പമില്ല, ഞാൻ അല്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് ഷൈനി എൻ്റെ അടുത്ത് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി കഴുകി വെച്ചു. ആ ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് കേട്ടോ, എനിക്കിന്ന് ചെറിയ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചെന്നിട്ട് ഏതായാലും നടക്കട്ടെ എന്ന് മാത്രം ഞാൻ മറുപടി പറയുന്ന സമയത്ത് ഞാൻ റെഡിയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷൈനി മുറിയിലേക്ക് പോയി. ആ ടൈമിൽ ഞാനങ്ങനെ ആ ഒരു ഹോളിലെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. TV ഞാൻ വെച്ചിട്ടില്ല, മൊബൈൽ നോക്കി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഷൈനി ഒന്ന് റെഡിയായി പുറത്തേക്ക് വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സാരി ആയിരുന്നു ഉടുത്തിരുന്നത്. സാധാരണ എല്ലാ ടൈമിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ടോപ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നത്, ഞാൻ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷേ ഇന്നൊരു ചുവപ്പ് കളർ സാരിയും പിന്നെ അത്യാവശ്യം ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നെന്താ ഫംഗ്ഷൻ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫംഗ്ഷനൊന്നുമില്ല, ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അത് തന്നെയല്ലേ ഫംഗ്ഷൻ എന്ന് ചോദിച്ചത്? അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം അങ്ങനെ ചെയ്തിട്ടൊരു ചെറിയ സെലിബ്രേഷൻ, അത് മാത്രമേ ഉള്ളൂ എന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു. അങ്ങനെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് സാരി ഉടുത്തുകൊണ്ട് അവിടേക്ക് വന്ന സമയത്ത് ഞാൻ മൊത്തത്തിൽ നിന്ന് ആഴ്ന്നു നോക്കി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഷൈനിയെ കാണാൻ ഒരുപാട് സുന്ദരിയായിരിക്കുന്നു. സാധാരണ ഇവിടെ നിൽക്കുന്ന സമയത്ത് തോന്നുന്ന സൗന്ദര്യമല്ല, ആളൊന്ന് ഒരുങ്ങി ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. ആടയാഭരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, ചെറിയൊരു മാല മാത്രം കഴുത്തിലിങ്ങനെ കിടക്കുന്നു. പിന്നെ സാരി നന്നായിട്ട് ഉടുത്തിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സുന്ദരിയായിട്ടുണ്ട്. ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ
ഞാനങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഷൈനി എൻ്റെ അടുത്ത് നോക്കി ചോദിച്ചു, എന്താ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞു, ഇച്ചിരി ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് ഞാൻ അവളോട് പറയുന്ന സമയത്ത് അവൾ തന്നെ പറഞ്ഞു, ഞാനങ്ങനെ ലിപ്സ്റ്റിക് ഇടാറില്ല, ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നെന്ന് മാത്രമേ ഉള്ളൂ, എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുവപ്പ് കളർ സാരിയായിട്ടൊന്ന് ഇറച്ചി നിന്നനെ, ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇവിടെ സാധനം ഇരിപ്പുണ്ടോ കയ്യിൽ? നേരത്തെ എന്തോ വാങ്ങിച്ച സാധനം ഇരിപ്പുണ്ട്, പക്ഷേ ഞാനങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ കാര്യത്തിന് മാത്രം ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇനി എടുത്തുകൊണ്ട് വരാമോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതേ കണക്കൊന്ന് ഇട്ട് നോക്കിയാൽ മതി, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക, പിന്നെ ചുണ്ടുകൊണ്ട് ഒന്ന് ഇതാക്കുക, അപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്ക് ഓൾറെഡി ഒന്ന് കവറായി കിട്ടും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പെട്ടെന്ന് അവളെൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു, താൻ മേക്കപ്പ് എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ചുമ്മാ പറഞ്ഞാണ്, സാധാരണ എല്ലാവരും ഇങ്ങനെയല്ലേ ഇടാറ്, അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി എന്നെ. തൻ്റെ ഇഷ്ടം പോലെ, ഇന്ന് തൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഷൈനി ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് കൈവച്ചോൾ സമയത്ത് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചു, എന്തെങ്കിലും വിയർപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തുടയ്ക്കാൻ മറക്കണ്ട, എന്നാ ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞൊരു കരുതൽ പോലെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അവളൊരു പുഞ്ചിരിയോടെ അത് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് മാത്രം അവർ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് അകത്തുനിന്ന് ഞാൻ കഥ കടച്ചു. പോയിട്ട് വരാട്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് സോഫയിൽ തന്നെ ഇരുന്ന് ചിന്തിച്ചു, എന്ത് രസമുണ്ട്, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെയുള്ള ഒരു കൂട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴോ ഇപ്പം ബോറടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടി. ഒരു കണക്കിന് അവർ രണ്ടുപേരും പോയത് നന്നായി. ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എന്തൊക്കെയായാലും മിണ്ടാനും സംസാരിക്കാനും ഒരാളായല്ലോ, ഷൈനിയപ്പോൾ ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ് എന്ന് ഞാൻ ചിന്തിച്ചു. ഇന്നത്തെ ഫുഡ് വരെ അവൾ തന്നെ ഉണ്ടാക്കി തന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു വീഡിയോ കോളിൽ അവന്മാർ രണ്ടുപേരും വിളിക്കുന്നത്. എടാ, ഞങ്ങളിനി അങ്ങോട്ട് വരുന്നില്ല കേട്ടോ, ആകെ ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ നീ അവിടെ തന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തോ, എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് നിനക്ക് അളവെല്ലാം കിട്ടിയോ? ഞാൻ പറഞ്ഞൊരു ഫാമിലി വന്നിട്ടുണ്ട്, അവരിപ്പോൾ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ അവന്മാർ തന്നെ പറഞ്ഞു, ഏകദേശം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കി കുറച്ച് നാൾ, അങ്ങനെ പിന്നെ ഞങ്ങളങ്ങ് വരാം. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കുറേ സമയം ഞാനങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞ സമയത്താണ് ഷൈനി ആ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. ഞാനൊരു പുഞ്ചിരിയോടെ ഡോറ് തുറന്നു കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനൊരു ജ്യൂസ് കരുതിയിരുന്നു, മറ്റൊന്നും ആയിരുന്നില്ല. വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ, എനിക്ക് ആകെ അറിയാവുന്നൊരു കാര്യമാണ് ജ്യൂസ്. അപ്പോൾ തന്നെ ഞാൻ കടയിൽ പോയി ചെറിയ ചെറിയ മാങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു, പിന്നെ പാലൊഴിച്ച് ഒരടി, അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഒരു ജ്യൂസ് അതുമായിട്ട് 2 ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിരുന്നു. അവൾ വന്ന സമയത്ത് തന്നെ ഞാനെടുത്ത് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അവളൊരു അത്ഭുതത്തോടെ, ഇതൊക്കെ എപ്പോൾ എങ്ങനെ? ഞാൻ പറഞ്ഞു, താൻ എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കി തന്നില്ലേ, അതുകൊണ്ടാണ് ഇപ്പം തനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നത്, ഒരുമിച്ചിരുന്ന് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ആ ഒരു സോഫയിലേക്ക് ഇരുത്തി. പെട്ടെന്ന് ഞാനും അവളും കൂടെ ആ ഒരു ജ്യൂസും കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് കുടിച്ചു. അവൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു ജ്യൂസ് കുടിക്കാൻ. ആ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഇട്ട് എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കാം, ഞാനും ഷെയർ ഇടാം, താൻ ഫുഡ് ഉണ്ടാക്കിയാൽ മതി, ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കത് ഡീലായിരുന്നു, കാരണം മറ്റൊന്നുമല്ല, ഹെൽപ്പ് ചെയ്യാനും എന്തിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്കും നല്ല സുഖമുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആള് തിരിച്ചു വരുന്നിടം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ, ആൾക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതുവരെ നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാമല്ലോ, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരിയെ പിടിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം, പിന്നെ താൻ എനിക്ക് കുക്ക് ചെയ്ത് തന്നാൽ മതി, ഷെയറും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് ഞാൻ അവളുടെ അടുത്ത് പറയുമ്പോൾ അവൾക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ നിമിഷം ഒരു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് കഴിക്കാനായിട്ട് റെഡിയായി. ആ സമയത്ത് ഷൈനീൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം, ആകെ മുഷിഞ്ഞിരിക്കല്ലേ, താനും ഒന്ന് ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ആളെ പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഒരു കോമൺ ബാത്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നുമല്ല ആ ഒരു ഫ്ലാറ്റിൽ അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്, റൂമും കാര്യങ്ങളൊന്നുമില്ല.
അങ്ങനെ ഷൈനിയാണെന്നുണ്ടെങ്കിൽ ആദ്യം കുളിക്കാനും കാര്യങ്ങളൊക്കെ പോയി. ശേഷം ഇനി ഞാനാണ് പോകേണ്ടത്. ഞാൻ എൻ്റെ തോർത്തും ടവലും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഷൈനി ഇറങ്ങിയിട്ട് വേണം എനിക്ക് കയറാൻ. ഞാൻ ആ സോഫയിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. കുളി കഴിഞ്ഞ് ഷൈനി ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടെ ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു, ദേ എല്ലാം റെഡി ആയിട്ടുണ്ട്, പോയി കുളിച്ചിട്ട് വാ, ഭക്ഷണം ഞാൻ എടുത്തു വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ തന്നെ ഷൈനി മുറിയിലേക്ക് കയറിപ്പോയി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പുഞ്ചിരി ചിരിച്ചിട്ട് ഞാനും ആ ഒരു കുളിമുറിയിലേക്ക് കയറി. എൻ്റെ ഭാഗവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം കുളി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. പിന്നെ എന്തിടണം എന്നുള്ള കാര്യങ്ങളായിരുന്നു കൺഫ്യൂഷൻ. ഞാനാണെന്നുണ്ടെങ്കിൽ നേരെ മുറിക്കകത്തേക്ക് പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഷോർട്സും ബനിയനുമായിരുന്നു. ആ ടൈമിൽ അത് തന്നെ എടുക്കാം എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ അത് ഞാൻ എടുത്തിട്ടു. ഇനി ഷൈനി എന്താ ഇടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞ ശേഷം ഇനി ഷൈനി എന്താ ഇടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ ഭാഗം എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷം ആ ഒരു ഷോർട്സും പിന്നിനെയൊക്കെ ഇട്ട് സോഫയിൽ തന്നെ വന്നിരുന്നു. ഷൈനി എപ്പോഴും മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞിട്ട് ആളെ ഇതുവരെയും ഭക്ഷണം എടുത്തു വെച്ചിട്ടില്ല. ഞാനിങ്ങനെ നോക്കിയിരുന്നു, ആളിപ്പം വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആ ടൈമിലാണെന്നെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഷൈനി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഷൈനി ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൽ കാണുന്നത്, നൈറ്റ് ഡ്രസ്സ്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പം ഷൈനി എന്നെ മറുപടി പറഞ്ഞു, ആളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇടാൻ സമ്മതിക്കില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ആളുള്ള സമയത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ വഴക്ക് പറയും. അങ്ങനെ ഞാൻ ഇടാറില്ലായിരുന്നു. ഇപ്പം ആൾ നാട്ടിൽ പോയേക്കുമല്ലേ, ഇപ്പോഴേക്കല്ലേ ചാൻസ് കിട്ടത്തുള്ളൂ എന്നിനെ ഷൈനി എൻ്റെ അടുത്ത് മറുപടി പറയും. അപ്പം തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഫുഡും കാര്യങ്ങളും എന്തെങ്കിലും കഴിച്ചാലോ എന്ന് പറയുമ്പോൾ ഷൈനിനെ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ എടുത്തു വെക്കാട്ടോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി അവളെല്ലാം റെഡിയാക്കി വെച്ചു. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് വന്ന് ആ ടേബിളിലിരുന്ന് ഫുഡ് മൊത്തം കഴിച്ചു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ദിവസമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു സോഫയിൽ തന്നെ ഇരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഷൈനി ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ കേട്ടിരുന്ന് ഞാനും ഷൈനിയും അടുത്തിരുന്ന് ഒരുപാട് കഥ പറഞ്ഞു. ആ ടൈമിൽ തന്നെ ഷൈനി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, താൻ ഇങ്ങനെ നടന്നാൽ പോരാ, കുറച്ചുകൂടെ ഈ ഒരു സമയത്തെ ഒരു ഫ്രീഡം കിട്ടത്തുള്ളൂ ലൈഫിൽ. അപ്പം അത് മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ. പിന്നെ കെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കിട്ടത്തില്ല എന്ന് തന്നെ ഷൈനി എൻ്റെ അടുത്ത് ഒരു മോട്ടിവേഷൻ എന്ന പോലെ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, എല്ലാം സെറ്റാക്കണം, അടിച്ചു പൊളിക്കണം കേട്ടോ എന്ന് തന്നെ ഷൈനി എനിക്ക് മറുപടി പറഞ്ഞു തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഷൈനി എന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. തനിക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനത് നേരത്തെ വാങ്ങിച്ചൊരു സാധനമാണ്, പിന്നെ അധികം ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇതേ കണക്കുള്ള സാധനങ്ങളൊക്കെ തനിക്ക് ചേരുന്നുണ്ട്, വെറുതെ മുണ്ടൊന്നും എടുത്തു അങ്ങനെ നടക്കണ്ട. ഞാൻ ഇടയ്ക്ക് വരുന്ന സമയത്ത് കാവ്യമുണ്ട് അങ്ങനെയുള്ളതൊക്കെയായിരുന്നു എടുത്തുകൊണ്ട് നടന്നത്. പക്ഷേ ഷൈനി ഇപ്പം പറഞ്ഞു, എനിക്ക് ഷോർട്സും ബനിയനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ച് കംഫർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനും പറഞ്ഞു, ഷൈനിയുടെ ഡ്രസ്സും ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ അതുവരെയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല, ഇച്ചിരി ഒരു മോഡേൺ ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൈനി ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുവരെ അപ്പം എനിക്ക് മോഡേൺ ലുക്കൊന്നും ഇല്ലായിരുന്നോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, മോഡേൺ ലുക്കൊക്കെ ഉണ്ട്, ഇപ്പം കുറച്ചുകൂടെ ആയി എന്ന് പറഞ്ഞുള്ളൂ. ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ല കേട്ടോ. ഞാൻ ഈ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് അത്യാവശ്യം ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം മോഡേൺ ആണെന്ന്. എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് എന്ന് ഷൈനി എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. അങ്ങനെ അതേസമയം ഞങ്ങളുടെ രണ്ടുപേരെയും വർത്താനം ഒരു ചിരിയും കളിയും എന്നതുപോലെയായി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷൈനി എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കെന്തെങ്കിലും ഗെയിംസ് എങ്കിലും സ്റ്റാർട്ട് ചെയ്തൂടെ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ. ഇപ്പം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 11 മണിയായിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളൂ. പിന്നെ ഇനി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോണിൽ കളഞ്ഞ് അങ്ങനെ കുറേ സമയം കളയും. അതിനേക്കായി നല്ലതല്ലേ എന്തെങ്കിലും ഗെയിംസ് കളിച്ചിട്ട് എന്നിട്ട് കിടന്ന് ഉറങ്ങുന്നത്, അതാകുമ്പം ഒരു ഹെൽത്തി ഹാബിറ്റ് ആണല്ലോ എന്ന് തന്നെ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, വെറുതെ മൊബൈൽ നോക്കി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്കും ശരീരത്തിനും അത് ദോഷം ചെയ്യും, അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഒരു ഹെൽത്തി ഹാബിറ്റ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുന്നതാണ് എന്ന് തന്നെ പറയുമ്പോൾ ഷൈനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിൽ പിന്നെ ആശാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, ഒരു ഗെയിംസ് ചെറിയതെന്തെങ്കിലും പണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിക്കുന്ന പോലെ അതെന്തെങ്കിലും ഒപ്പിച്ചാൽ മതി. ഒന്നെങ്കിൽ സംഗീതമോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പർ കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ എണിയും പാമ്പും ലൂഡോ അങ്ങനെ എന്തെങ്കിലും പരിപാടി അതെങ്കിലും ഒപ്പിച്ചൂടെ, ഒരു ഫണ്ണായിട്ട്
എന്ന് അവൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ നോക്കാം എന്ന് തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇനി എന്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതായിരുന്നു ഞങ്ങളുടെ അവസാന ആ ഒരു ആവശ്യം. അങ്ങനെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഈ കഥ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും. അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ.